മസാറിന് വളരെ ഒരുപക്ഷെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ഈ നാടക കമ്പം തലേ കയറി. ആ കാലഘട്ടത്തിൽ സർഗാത്മകതയുള്ള ഏത് ചെറുപ്പക്കാരനും ഉണ്ടാകാവുന്നൊരു കാര്യമാണ്. പക്ഷേങ്കിൽ ഒരു കോളേജ് അധ്യാപകൻ, സാധാരണ അന്നത്തെ കാലത്ത് ഒരു കോളേജ് അധ്യാപകൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു ജോലിയാണ്. ആ ഒരു ഭൗതിക സാഹചര്യം അല്ലെങ്കിൽ സാമൂഹ്യ സാഹചര്യം, ആ സാമ്പത്തിക നില ഉപേക്ഷിക്കാൻ താങ്കൾ കാണിച്ചൊരു തൻ്റെ ഇടം, ഒരുപക്ഷെ താങ്കളുടെ ജീവിതത്തിലെ, മധുസാറിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാന വഴിത്തിരിവെന്ന് പറയുന്നത് ഒന്ന് വേണ്ടതില്ല എന്ന് തീരുമാനിച്ച ആ ഒരു മുഹൂർത്തമായിരുന്നു. ഇല്ല, അതൊരു വലിയ റിസ്ക് ആയിട്ടോ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സ്ഥിരം ഒരു സ്ഥിരത അത് നഷ്ടപ്പെടുത്തും എന്നുള്ളൊരു ബോധത്തിലല്ല ചെയ്തത്. അപ്പോൾ ഒരു പ്രൈവറ്റ് കോളേജിലെ ലെക്ചറായിരുന്നു. അന്ന് നാടകം നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ 2 വർഷത്തെ കോഴ്സായിരുന്നു. അപ്പോൾ 2 വർഷം അവിടെ പഠിച്ചിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് കോളേജിൽ വീണ്ടും കയറാൻ വലിയ വിഷമം ഉണ്ടായിരുന്നില്ല. അതിനൊക്കെ ഉപരിയായിട്ട് എനിക്ക് ഈ കോളേജിലോ അല്ല എവിടെയെങ്കിലും ആരുടെയെങ്കിലും കീഴിൽ പോയി ജോലി ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ MA പാസ്സായിട്ട് വന്നുകൊണ്ടെങ്കിൽ നമ്മുടെ പാറ്റൂർ മുക്കിൽ സ്വന്തമായിട്ടൊരു ട്യൂട്ടോറിയൽ തുടങ്ങായിരുന്നു. അത് അച്ഛൻ അവസാനം നിർബന്ധിച്ച് നായരൂല അയച്ചതാണ്. അപ്പോൾ ഇവിടുന്ന് ഈ നാടകം പഠിക്കാനായിട്ട് പോകുമ്പോഴും അതൊരു ഭയങ്കര ഈ അഭിനയത്തിൻ്റെ നാടകത്തിൻ്റെ ഭ്രാന്ത് പിടിച്ച് പോയതല്ല, മനസ്സിലുണ്ടായിരുന്നു. തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ അഗൈൻ ഇവരെ കോളേജിൽ അന്വേഷിക്കാമെന്നും മനസ്സിലുണ്ടായിരുന്നില്ല. ഒരു പാരലൽ കോളേജ് തുടങ്ങുക സ്വന്തമായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിങ്ങായിട്ടൊരു ഡ്രാമ വിങ് ഉണ്ടായിരിക്കും. പാരലൽ കോളേജിൻ്റെ ഭാഗമായിട്ട് ഒരു നാടക. അതെ. അപ്പോൾ ഈ പാരലൽ കോളേജിൽ നിന്നുള്ള ഇൻകം ഇവിടെ വന്ന് ചിലവാക്കേണ്ടി വന്നാൽ അതിന് ചിലവാക്കുകയും ചെയ്യാമല്ലോ. അത് ഈ അഭിനയിക്കാനും നാടകത്തിൽ താല്പര്യമുള്ള യങ്സ്റ്റേഴ്സിനെയും സ്റ്റുഡൻസിനെയും പിന്നെ ഓഫീസ് ഗോയിങ് പീപ്പിളിനും അവർക്ക് വേണ്ടിയിട്ട് വൈകുന്നേരത്തെ ക്ലാസ് സ്കൂളിൻ്റെ അല്ലെങ്കിൽ ഓഫീസിൻ്റെ ടൈം കഴിഞ്ഞിട്ട് ഈ നാടകത്തിനെ കുറിച്ച് ശാസ്ത്രീയമായിട്ട് പഠിപ്പിക്കുകയും എലോങ് വിത്ത് ദാറ്റ് ഒരു അപ്പോൾ ഏതെങ്കിലും ഒരു നാടകം ഇങ്ങനെ റിഹേഴ്സ് ചെയ്തിട്ട് അതിനൊരു പക്ക ആക്കുകയും ഈ നാടനീളെ കൊണ്ടു നടന്ന് കാണിക്കുകയും ഓൺലി ഓൺ ഹോളിഡേയ്സ്. അന്ന് ഞാൻ ഈ പറയുന്ന കാലത്തുണ്ടല്ലോ ധാരാളം ആർട്സ് സൊസൈറ്റീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എവിടെ പോയെന്നറിയില്ല, എല്ലാം പോയി. അപ്പോൾ ആർട്സ് സൊസൈറ്റീസ് മാത്രം മതി ഇതിന്. അപ്പോൾ മനസ്സിൽ ഞാൻ ഇവിടുന്ന് പോകുമ്പോഴും അവിടെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയെ പഠിക്കുമ്പോഴും തിരിച്ച് വരുന്നതിന് മുമ്പ് വരെയും ഇതായിരുന്നു എൻ്റെ പ്ലാൻ. അന്ന് SLC-ക്കാരൊക്കെയാണ് അവിടെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയെ പഠിക്കുന്നത്. അതെ. പക്ഷെ താങ്കൾ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷമാണ് അവിടെ എത്തുന്നത്. അതൊരു പക്ഷേ അതായത് അധിക യോഗ്യതയുടെ ഒരു ഭാരം താങ്കൾക്ക് അവിടെ തോന്നിയിരുന്നു. ഇത്രയും അല്പം സീനിയറായ ഒരാളാണ്. അപ്പം അതുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്യാൻ വേണമെങ്കിൽ കുറച്ച് പ്രയാസമുണ്ടായി, വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. കാരണം ഈ SSLC-ക്കാരും ഇത് മെട്രിക്കുലേഷൻകാരൊക്കെ അവർ എന്നെക്കാളും പ്രായമുള്ളവരായിരുന്നു അവിടെ വന്നവർ. അതെ, അതുകൊണ്ട് ആ ഒരു ഇത് തോന്നിയിരുന്നില്ല.